ഹായ്, ഞാൻ ഐശ്വര്യ. സിമ്പിൾ റെസിപ്പീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു മോരുകറി തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇത് ആർക്കും തയ്യാറാക്കാം, ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും തയ്യാറാക്കാവുന്ന രീതിയിലുള്ള റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള മോരുകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ലിറ്ററിൽ താഴെ തൈരാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ലിറ്റർ എടുക്കുക. 1/2 ലിറ്ററൊക്കെ എന്ന് വെച്ചാൽ 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റും. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഫോർക്ക് കൊണ്ടൊന്ന് ബീറ്റ് ചെയ്യുക. മിക്സിയിലിട്ട് അടിക്കേണ്ട. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ കുറച്ച് വെള്ളമായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് അല്പം തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർക്ക് കൊണ്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. എന്നാൽ ചോറുണ്ണാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. ഈ ഒരു കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ചോറ് കഴിക്കാൻ പറ്റും. ആർക്കും ഉണ്ടാക്കാവുന്നതുമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റും. അപ്പം എന്താ പറയുക, ഈ മിക്സ് ചെയ്യുന്നത് നമ്മൾ ഫോർക്ക് കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ തൈരിലാണെങ്കിൽ ഒട്ടും തന്നെ കട്ടയില്ലാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പുളിയുള്ള തൈര് കൊണ്ടാണെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പുളി അധികം ഇല്ലാത്ത തൈര് നോക്കി എടുത്താൽ മതി. നമുക്കിത് ഇപ്പോൾ ആണെങ്കിൽ മിൽമയുടെയൊക്കെ ആണെങ്കിൽ പുളി അധികം ഇല്ലാത്ത തൈരാണെങ്കിൽ കിട്ടും. അപ്പോൾ അതായാലും നിങ്ങൾ എടുത്താൽ മതി. ഇനി നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇരുമ്പിൻ്റെ ഒരു ചീനിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കാണെങ്കിൽ 2 ചുവന്നുള്ളി, ചെറിയുള്ളി ആണെങ്കിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർക്കുമ്പോഴാണെങ്കിൽ ഇതിന് വേറൊരു ടേസ്റ്റാണ് വരും, നല്ലൊരു ടേസ്റ്റ് വരും. അതുപോലെ തന്നെ എരിക്കാണെങ്കിൽ ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റേത് അത്ര എരിയുള്ള പച്ചമുളകല്ല. അപ്പോൾ എരി നോക്കിയിട്ട് നിങ്ങൾ ചേർക്കുക. പിന്നെ ആണെങ്കിൽ ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ ഇതിലേക്ക് കടുകോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കില്ല. അത് രണ്ടാമത് വീണ്ടും താളിച്ച് ചേർക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോരുകറിയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായെടുക്കും. അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചൂടാക്കാൻ. മിക്കവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ മോരുകറി തിളയ്ക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ മോരുകറിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറും. അപ്പം അതുകൊണ്ടാണ് അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ട് നമ്മൾ ഈ അല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പിൻ്റെ ഒരല്പം കുറവുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമുക്കൊരു വളരെ പെട്ടെന്ന് തന്നെ ഊണിന് തയ്യാറാക്കി എടുക്കാനും പറ്റും. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് താളിച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്കാണെങ്കിൽ ചെറിയ പാൻ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതിലേക്കാണെങ്കിൽ കുറച്ച് കടുക്, അതുപോലെ തന്നെ ഒരു നുള്ളു ജീരകം, പിന്നെ ഒരു വറ്റൽമുളക്. ഇപ്പം ഞാൻ 1/2 ലിറ്റർ താഴെയല്ലേ തൈര് എടുത്തിട്ടുള്ളൂ. ഒരു 2 പേരുടെ കണക്കൊക്കെ കണക്കാക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിൻ്റെ അളവൊക്കെ മാറ്റിയെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴാണ് നമുക്കതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ചൂടാക്കിയെടുക്കാം. താളിക്കാനൊക്കെ മിക്കവർക്കും അറിയാം. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഒരല്പം മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നമ്മുടെ മോരുകറിക്കൊരു ഭംഗി, കാണാനൊരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. മുളക് പൊടി ഇട്ട ശേഷം തീ കൂട്ടരുത്. ഇനി നമ്മുടെ താളിച്ചതാണെങ്കിൽ നമ്മുടെ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേട്ടോ, അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കറിയുടെ ഭംഗി കണ്ടോ, നല്ല ഭംഗിയിലേക്കാണ്. അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ മുളക് പൊടിയെ താളിച്ചതിനകത്ത് ഇട്ടത്. ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മോരുകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇനി തേങ്ങയൊന്നും അരയ്ക്കാത്തത് കൊണ്ട് ടേസ്റ്റ് കുറവുണ്ടോ അങ്ങനെയുള്ള ഡൗട്ടൊന്നും ആർക്കും വേണ്ട കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.